ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സന്തോഷ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സന്തോഷ്, കേന്ദ്ര സംഘം ഇന്ന് വയനാട്ടിലെത്തി പഠനം നടത്തിയിരിക്കുന്നു. കേന്ദ്ര സംഘം സ്വാഭാവികമായും റിപ്പോർട്ട് കേന്ദ്രത്തിനാണ് നൽകുക. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരന്തസ്ഥലത്തിൽ എത്തുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രാ പരിപാടി ഇപ്പോൾ മാധ്യമങ്ങൾക്കറിയും വിധം നമുക്ക് മുന്നിലുള്ളത്? നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം സന്തോഷ്. NPC വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മുടെ നാട് ഈ ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. കാരണം വലിയ ഒരു ദുരന്തത്തെ നേരിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു വലിയ ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുകൂ. ഒരു നാട് ഒന്നടങ്കം തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അവിടെ അത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് ഇരയായവരുടെ ജീവിതം തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വയനാട്ടിലുണ്ടായ ഈ ഒരു ഉരുൾപൊട്ടലിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം കേരളം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രധാനമന്ത്രി നാളെ ഇവിടേക്ക് എത്തുമ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഈ ഒരു വളരെ കേരളത്തിൻ്റെ ഈ ഒരു പുനരധിവാസ പ്രവർത്തനങ്ങളും എങ്ങനെ ഇതിനെ നേരിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതിനെ സംബന്ധിച്ച കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനും ഇതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിലേക്ക് തന്നെ പ്രധാനമന്ത്രിയെ ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിനുമായിരിക്കും പ്രധാനമായും സംസ്ഥാനം ശ്രദ്ധിക്കുക. ഇപ്പോൾ നാളെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ വലിയ ക്രമീകരണങ്ങളാണ് ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പൂർണ്ണമായും ഈ ദുരന്ത ബാധിത മേഖലകളിലേക്ക്, അതായത് ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടം ഉൾപ്പെടെയുള്ള ദുരന്ത ബാധിത മേഖലകളിൽ നിന്നും എല്ലാവരെയും ഒഴിപ്പിച്ചിരുന്നു. അവിടെ ഉച്ചയ്ക്ക് ശേഷം തിരച്ചിൽ നടത്തുന്നവർക്കോ മറ്റ് മാധ്യമപ്രവർത്തകർക്കോ ആർക്കും പ്രവേശനം അനുവദിച്ചിട്ടില്ല. മാത്രമല്ല പൂർണ്ണമായും SPGയുടെ ഒരു സുരക്ഷാ വലയത്തിന് കീഴിൽ തന്നെയാണ് ഇപ്പോൾ ആ മേഖലയുള്ളത്. അവിടെ മാത്രമല്ല കൽപ്പറ്റ ടൗണ് നഗരം ഒന്നടങ്കം ഇപ്പോൾ ഈ ഒരു സുരക്ഷാ വലയത്തിലാണുള്ളത്. നാളെ ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ കണ്ണൂർ വിമാനത്താവളത്തിലായിരിക്കും പ്രധാനമന്ത്രി രാവിലെ വിമാനം ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം ഏതാണ്ട് 11:55 കൂടി ഇവിടെ വയനാട്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നിലവിൽ അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രി ഈ SPGയുടെയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം തന്നെ ഒരു യോഗം ചേരുന്നുണ്ട്. അതിൽ വെച്ച് കൂടുതൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യം ആ സമയത്തായിരിക്കും കൂടുതൽ വ്യക്തത വരുന്നത്. ഏതായാലും നിലവിൽ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് പ്രധാനമന്ത്രി കണ്ണൂരിൽ നിന്നും ഹെലികോപ്റ്റർ മാർഗം നേരെ ഈ ദുരന്ത ബാധിത മേഖലകളിലേക്കാണ് എത്തുക. മുഖ്യമന്ത്രിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ആദ്യം ഈ ഒരു ദുരന്ത ബാധിത മേഖലകളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലകളിൽ ഹെലികോപ്റ്ററിൽ ഏരിയൽ സർവേ മുകളിൽ നിന്ന് നിരീക്ഷണം നടത്തിയതിന് ശേഷം പിന്നീട് പ്രധാനമന്ത്രി താഴേക്ക് വന്ന്, അതായത് ഈ ചൂരൽമലയിലാണ് സൈന്യം വളരെ അഭിമാനകരമായിട്ടുള്ള ബെയ്ലി പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ബെയ്ലി പാലം പ്രധാനമന്ത്രി സന്ദർശിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ച് ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ, ഈ ദുരന്തത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് വിശദീകരിക്കും പ്രധാനമന്ത്രിയോട് വിശദീകരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പാണ്. ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ദുരന്തത്തിൻ്റെ ഇരകളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഉള്ള സ്ഥലമാണ്. അവിടെയുള്ള ദുരന്തബാധിതരുമായി പ്രധാനമന്ത്രി കാര്യങ്ങൾ സംസാരിക്കും. പിന്നീട് കൽപ്പറ്റയിൽ ഇവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ, അവിടെയാണ് ഈ പരിക്കേറ്റവരെല്ലാം ചികിത്സയിൽ കഴിയുന്നത്. അവിടെ എത്തി ഈ പരിക്കേറ്റവരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്യും. പിന്നീട് കലക്ടറേറ്റിലേക്ക്, വയനാട് കലക്ടറേറ്റിൽ വെച്ചാണ് ഉന്നതതല യോഗം ചേരുന്നത്. ഈ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാർ, ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്ന മന്ത്രിമാരായ മുഹമ്മദ് റിയാസും അതോടൊപ്പം തന്നെ AK ശശീന്ദ്രനും രാജൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരും പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.